Meet the editors. കേരള സാഹിത്യ അക്കാദമി കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിവാദത്തിന് വഴിവെച്ച സ്ഥാപനമായി മാറി. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രതിഫല പ്രതികരണത്തിന് പുറമെ ശ്രീകുമാരൻ തമ്പിയുടെ കേരള ഗാനം നിരാകരിച്ചതും വലിയ ചർച്ചയായി. സാഹിത്യ അക്കാദമിയുടെ മാത്രമല്ല, സർക്കാർ നിലപാടിലും ശ്രീകുമാരൻ തമ്പിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ചോദ്യമിതാണ്: അനാവശ്യ വിവാദമോ കേരള ഗാനത്തെ ചൊല്ലി? എന്താണ് എന്നിൽ നിന്നും തുടങ്ങുന്നത്? പതിവില്ലാതെ കൂടിയായ സ്മൃതി പരുത്തിക്കാടിന് പ്രത്യേകിച്ച് ബോധേശ്വരന്റെ കവിതയൊക്കെ സ്കൂളിൽ പാടി പഠിച്ച ഒരു നമ്മളെ കുഴിയിൽ ചാടിക്കാനുള്ള ആദ്യത്തെ തന്ത്രമാണ്. ഏതായാലും ഈ കേരള ഗാനം എന്നത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കേരള ഗാനം എന്നതൊരു ആവശ്യമാണോ? നമ്മുടെ ഇപ്പോൾ ഏറ്റവും അടിയന്തരമായി ആവശ്യമുള്ളൊരു കാര്യമായിരുന്നു എന്നുള്ള സംശയം വരുന്നുണ്ട്. ഈ അനാവശ്യ വിവാദം ഇപ്പം സാഹിത്യ അക്കാദമി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാണേണ്ടത്. ഇപ്പോൾ ഈ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകത്തിൽ കേരളം കടന്നു വന്ന വഴികളെക്കുറിച്ചൊക്കെ EMS വിശദീകരിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള ദേശീയബോധം കേരളത്തിനുണ്ടായിരുന്നു. കേരളത്തിനൊരു പ്രത്യേകതരം ദേശീയബോധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തമിഴിൻ്റെ അത്രയും ആ രൂപത്തിലല്ലെങ്കിൽ കൂടി ഒരു ദേശീയബോധം നമുക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതൊക്കെ മാറി, മലയാളിയുടെ സാഹചര്യങ്ങൾ മാറി, മലയാളിയുടെ ജീവിതം മാറി. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഹിന്ദുത്വയുടെ അടിസ്ഥാനത്തിൽ അപ്പുറത്ത് രാഷ്ട്രീയ ചിത്രം മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രതിരോധം എന്ന നിലയ്ക്ക് ഒരു ഗാനം എന്ന രൂപത്തിലാണെങ്കിൽ അതിനെ ആ രൂപത്തിൽ കാണാമായിരുന്നു. പക്ഷേ പച്ചപ്പും ഹരിതാഭയും എന്ന ആവർത്തനമാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. അതിൻ്റെ പേരിലുള്ള ചർച്ചയും അതിൻ്റെ പേരിലുള്ള തർക്കവും അല്ലേ, അതിൻ്റെ ക്വാളിറ്റിയിലാണ് ചർച്ച നടക്കുന്നത്. പിന്നെ ആ ചർച്ച അപ്പുറത്ത് ഹിന്ദുത്വയെ അനുകൂലിച്ചുള്ള പ്രതികരണം, ഇപ്പുറത്ത് അതിനെ എതിർത്തുകൊണ്ട് സച്ചിദാനന്ദൻ പ്രതികരിക്കുമ്പോൾ സച്ചിദാനന്ദൻ ഫാസിസ്റ്റ് വിരുദ്ധ സമീപനം എടുക്കുകയും അത്തരം കവിതകൾ എഴുതുകയും ചെയ്യുന്ന ഒരു കവിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാസിസ്റ്റ് വിരുദ്ധ സമീപനത്തെ എതിർക്കുന്ന രീതിയിലേക്ക് മറ്റൊരു വിഭാഗം വരികയും ചെയ്യുന്നു. അപ്പോൾ ഒരു അനാവശ്യമായ ചർച്ച അവിടെ നടത്തുന്നു. ശ്രീകുമാരൻ തമ്പി ആരാണ്? അദ്ദേഹം പ്രശസ്തനായ കവിയാണ്, ഗാനരചയിതാവാണ്, നമുക്കൊരു തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്ത നമുക്ക് ചിലപ്പോൾ യോജിക്കാവുന്ന കാര്യമായിരിക്കില്ല. അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന കവിയെ കൊണ്ട്, അല്ലെങ്കിൽ എഴുത്തുകാരനെ കൊണ്ട്, സംഗീത സംവിധായകനെ കൊണ്ട്, അദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെയൊരു വരികളൊക്കെ എഴുതിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. പിന്നെ അതിന്മേലൊരു ചർച്ച നടത്തുകയും അത് പോരാ എന്ന് പറഞ്ഞ് മറ്റൊരു യുവ എഴുത്തുകാരൻ്റെ കവിത പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ ഒരു തരത്തിൽ ശ്രീകുമാരൻ തമ്പിയെ അപമാനിക്കുന്നുണ്ട്. ഒരാവശ്യമില്ലായിരുന്നു, ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ബോധേശ്വരൻ്റെ കവിത അത് കേരള ഗാനമായി നേരത്തെ തന്നെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2014 അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അല്ലേ, ഉമ്മൻചാണ്ടിയുടെ കാലത്തിൽ ഈ ഗാനം 86 വർഷമായി കേൾക്കുന്ന ഗാനമാണ്. അതിനെ കേരള ഗാനമായി അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനമൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിനുശേഷം കേരള ഗാനം എന്ന രൂപത്തിലേക്ക് ഒരു ആലോചന എന്തിനാണ് കൊണ്ടുപോയതെന്ന് എനിക്കറിയില്ല. ഇടത് സർക്കാർ വന്നതിന് ശേഷം ആ രൂപത്തിലുള്ള ചില ശ്രമങ്ങൾ, അതായത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മുടേതായ ഒരു ഗാനം, നമ്മുടേതായ രീതി എന്ന രൂപത്തിൽ, അതിൽ ചില രാഷ്ട്രീയമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയുന്നത് എന്തിനാണ് അങ്ങനെ ഒരു പാട്ട് നമ്മുടേതായി കൊണ്ടുവരണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മുടെ സർക്കാർ പോകുന്നത്. ഇപ്പോൾ പല കാര്യങ്ങളുണ്ട്. കേരളത്തിൻ്റെ പുരസ്കാരങ്ങൾ അല്ലേ, പത്മ പുരസ്കാരത്തിന് മാത്രം കേരളത്തിൻ്റെതായ പുരസ്കാരങ്ങൾ തുടങ്ങുന്നു. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എന്ന മട്ടിൽ തുടങ്ങുന്നു. എന്നാൽ കേരളശ്രീ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പുരസ്കാരങ്ങളുടെ ഒരു ആവശ്യമുണ്ടോ? നമ്മൾ അല്ലാതെ തന്നെ പല രൂപത്തിൽ സാംസ്കാരികമായി നമ്മുടെ നിലവാരത്തിലൊക്കെ നമ്മൾ മുന്നിലാണ്, അല്ലെങ്കിൽ ചിന്തകളുടെ കാര്യത്തിലൊക്കെ. പക്ഷെ നമ്മൾ ഈ പറയുന്ന ഈ കേരള ഗാനമൊന്നും ആ രൂപത്തിലേക്കല്ല ഇപ്പോൾ ഇവരൊന്നും വിഭാവനം ചെയ്തു കൊണ്ടുവന്നിട്ടുമുള്ളത്. അപ്പോൾ ഇത്തരം വിവാദം ആവശ്യമില്ലായിരുന്നു. ഒരു ആവശ്യമില്ലാതെ രണ്ടാക്കുന്നു, ഈ സാഹിത്യ ലോകത്തെയും അല്ലെങ്കിൽ കവികളുടെ ലോകത്തെയൊക്കെ രണ്ടാക്കിക്കൊണ്ട് ആവശ്യമില്ലാത്തൊരു ചർച്ചയിലേക്ക് നയിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. 2018 പിണറായി വിജയൻ സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ 2ാം വാർഷികത്തിൽ തൃശ്ശൂർ നടന്നൊരു സാംസ്കാരിക കൂട്ടായ്മയിൽ വെച്ച് പിണറായി വിജയനാണ് ആവശ്യപ്പെടുന്നത് നമുക്കൊരു സംസ്ഥാന ഗാനം വേണം എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് സാഹിത്യകാരന്മാർ അതിന് സംഭാവന ചെയ്യണമെന്നും അദ്ദേഹം ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. 2018 ഇപ്പോൾ 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. 6ാമത്തെ വർഷമാണ് നമ്മളതിനെക്കുറിച്ചൊരു ആലോചന നടത്തിയത് സാഹിത്യ അക്കാദമി. അവിടെ എൻ്റെ ഒരു നിലപാട്, എനിക്ക് ശ്രീകുമാരൻ തമ്പി സാറിനോട് സൗഹൃദമുള്ള ഒരാളാണ്. തമ്പി സാർ എഴുതിയിട്ടുള്ള ചലച്ചിത്ര ഗാനങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളുമാണ്. എന്നാൽ തമ്പി സാർ ഒരു റോങ് ചോയ്സാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കേരള ഗാനം എഴുതാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരള ഗാനം വേണോ എന്നുള്ളത് വേറൊരു ചർച്ച. ഇനി അങ്ങനെ എഴുതാൻ തീരുമാനിക്കുകയാണെങ്കിൽ തന്നെ തമ്പി സാറിനെ പോലൊരാളാണോ എഴുതേണ്ടത്? എൻ്റെ കാര്യം, ഈ തമ്പി സാർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കാവ്യസങ്കല്പമുണ്ട്. ആ കാവ്യസങ്കല്പത്തിൽ നിന്നൊക്കെ സമൂഹം വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. സമൂഹം മാത്രമല്ല, കേരള സമൂഹം മാത്രമല്ല, ലോകം മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അല്ലേ. രാഷ്ട്രീയമായി നമ്മൾ ശരിയായിരിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഭാര്യ എന്ന് പറഞ്ഞുകൂടല്ലോ,
ജീവിത പങ്കാളി എന്ന് പറയണം, വികലാംഗൻ എന്ന് പറഞ്ഞുകൂടാ, ഭിന്നശേഷി ഉള്ളയാൾ എന്ന് പറയണം. നമ്മൾ അങ്ങനെ നമ്മുടെ ഭാഷയിലൊക്കെ ഒരുപാട് കറക്റ്റ്നെസ് പൊളിറ്റിക്കലി വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കറുത്ത ശക്തികൾ ഇനി പ്രയോഗിച്ചുകൂടാ. കറുത്ത ശക്തികൾ എന്ന് എത്രയോ കാലമായി നമ്മൾ പ്രയോഗിച്ചുകൊണ്ടിരുന്നു. കറുത്ത ശക്തികൾ എന്ന് പറഞ്ഞുകൂടാ. ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലേക്ക് ലോകം തന്നെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ ഗാനത്തെ അവതരിപ്പിക്കുന്ന അത്തരത്തിൽ പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഞാൻ അത്ഭുതത്തോടെ ആലോചിച്ചിട്ടുള്ള കാര്യം, തമിഴ്നാട്ടിൽ ഈ 1900 ഒരു കവി എഴുതിയാലും 1980 കവി എഴുതിയാലും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവരുടെ സംസ്കാരത്തെ അവർ ദ്രാവിഡ സംസ്കാരമായി കാണുന്നു. പിന്നെ അതൊരു പോരാട്ടത്തിൻ്റെ ജനസമൂഹമാണ്. ഇപ്പോൾ ഏറ്റവും അവസരം എനിക്ക് തോന്നുന്നൊരു 10-15 വർഷം മുമ്പ് AR റഹ്മാൻ്റെ ഒരു പാട്ട് വരുന്നുണ്ട്. അതിനകത്ത് ചലച്ചിത്ര ഗാനങ്ങളിൽ പോലും തമിഴ നാടേ നംനാട് എന്ന് പറഞ്ഞിട്ടാണ്, തമിഴ എന്നാണ് വിളിക്കുക. നമ്മൾ മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളി എന്ന് വിളിക്കുക പോലുമില്ല. അപ്പോൾ അങ്ങനെ ഒരു തമിഴ് വികാരമുണ്ട്. ആ വികാരത്തിൻ്റെ അടിസ്ഥാനം അവരുടെ ദ്രാവിഡ സംസ്കാരവുമായി ബന്ധപ്പെട്ട ആർജവമുള്ളൊരു ഒരു 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 അവരുടെ ഒരു അസ്തിത്വം രൂപപ്പെട്ടിരിക്കുന്ന അങ്ങനെയാണ്. നമ്മളുടേത് സംസ്കൃതവൽക്കരിക്കപ്പെട്ടൊരു കാവ്യസങ്കല്പമാണ്. അവിടെ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഈ ഭാഷാഗാനം നേരത്തെ സ്മൃതി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ ഹരിതാപയും പച്ചപ്പും ഒക്കെ കൂടെ പറയുമ്പം പിന്നെ ഈ ചിങ്ങമാസം, ചിങ്ങപ്പുലരി, ഇല്ലം നിറ വല്ലം നിറ, പിന്നെ അവിടുന്ന് ഇതൊരു നിങ്ങളൊരു ഭാഷാഗാനം ഉണ്ടാക്കുമ്പോൾ ഈ വാക്കുകളൊക്കെ വരും. ഇനി അതിനൊന്ന് വിഷ്വലൈസ് ചെയ്തേ, അപ്പോൾ ഈ പച്ചപ്പാടത്തിനടുത്തുകൂടി ഈ നേരിയതും ഒക്കെ ഇട്ടിട്ട് കൊടുത്ത് ഓലക്കൂടെയൊക്കെ ഓടി വരുന്ന ഒരു സ്ത്രീയൊക്കെ ഉണ്ടാവും. ഈ രീതിയിലാണ് അതിൻ്റെ ഒരു സങ്കല്പം. ഇങ്ങനെ ഇവരൊക്കെയാണ് എഴുതുന്നതെങ്കിൽ അങ്ങനെയുള്ള സങ്കല്പങ്ങൾ നമുക്ക് സാധ്യമല്ല. അപ്പം ഒന്നാമത് ഈ പറയുന്ന ഞാൻ ഇത് കണ്ടു കേട്ടോ, ഈ അദ്ദേഹം എഴുതിയ കവിത വായിച്ചിരുന്നു, അത് തമ്പിസാർ എഴുതിയ കവിത വായിച്ചിരുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, അത് അങ്ങനെ ഒരു പാട്ടല്ല കേരളത്തിന് ഇനി ഉണ്ടാവേണ്ടത്. കേരളത്തിൻ്റെ ഈ പറയുന്ന പോരാട്ടങ്ങളെയും കേരളത്തിൻ്റെ ഈ നവോത്ഥാനത്തെയും കേരളം ഒരു സമൂഹം എന്ന നിലയ്ക്ക് പുരോഗമനമായി രൂപപ്പെട്ടതിനെയുമൊക്കെ അടയാളപ്പെടുത്തുന്ന വിധത്തിലുള്ളൊരു പാട്ടാണ് രൂപപ്പെട്ടു വരേണ്ടത്. ആ പാട്ട് രൂപപ്പെടുത്തേണ്ടത് പഴയ തലമുറയിൽപ്പെട്ട നല്ല മനുഷ്യനാണ്, നല്ല കവിയാണ്, ഒക്കെയാണ് പിന്നെ തമ്പിസാർ. പക്ഷേ ഈ കാലഘട്ടത്തിന് അനുയോജ്യമാകുന്ന വിധത്തിൽ ഈ ഭാഷാഗാനം, ഈ സംസ്ഥാനത്തിനൊരു ഭാഷാഗാനം ഉണ്ടാക്കിയാൽ പോലും ഇത് എന്നേക്കുമായി നിൽക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. 25 വർഷം കഴിഞ്ഞിട്ട് ഈ ഭാഷാഗാനം വേണമെങ്കിൽ എടുത്ത് കളയാം, വേറൊരു ആളുകൾക്ക് വേറൊരു കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമായിട്ട് അത് മാറ്റാം. അപ്പോൾ എന്നേക്കുമായി നിലനിൽക്കുന്ന ഒരു പാട്ടുമായിരിക്കില്ല അത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ഒരു പാട്ട് എഴുതാൻ ആരെയെങ്കിലും ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഈ കാലഘട്ടത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക ബോധം എങ്ങനെ വികസിച്ചിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ആ കാവ്യബോധമുള്ള ആളുകളെ കൊണ്ടാണ് അത് ചെയ്യിക്കേണ്ടത്. തമ്പിസാർ ആ കാര്യത്തിൽ ഒരു റോങ് ചോയ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് അനാവശ്യമായ വിവാദമാണെന്ന് പറഞ്ഞത്. നിങ്ങൾ തെറ്റായൊരു ചോയ്സ് ആദ്യം തെറ്റായൊരു തീരുമാനം എടുക്കുക, എന്നിട്ട് ആ തീരുമാനം പിന്നീട് വിവാദമാകുമ്പോൾ അത് പിൻവലിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ. കേരള ഗാനം ഇതിനു മുമ്പ് ഒരിക്കൽ മാറ്റാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. 2018 പിണറായി വിജയൻ ഇത് ആവശ്യപ്പെടുന്നത് എന്നാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത്. 2006 അന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വരുന്ന സമയത്ത് കേരള ഗാനം ഒന്ന് മാറ്റാൻ വേണ്ടി സാംസ്കാരിക വകുപ്പ് തീരുമാനമെടുക്കുന്നു. ബോധേശ്വരൻ്റെ കേരള ഗാനം മാറ്റാം. അന്ന് അതിനെ എതിർക്കുന്ന സുഗതകുമാരി ടീച്ചറാണ്. സുഗതകുമാരി ടീച്ചർ അന്ന് MG രാധാകൃഷ്ണനെ കണ്ട് ആ മലയാള ഗീതത്തെ, കേരള ഗീതത്തെ ചിട്ടപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മനോഹരമായി ചിട്ടപ്പെടുത്തിയ ഗാനമാണ് അന്ന് പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് പാടി സാംസ്കാരിക വകുപ്പിൻ്റെ നീക്കം താൽക്കാലികമായി തടഞ്ഞത്. പിന്നീട് ആയിരക്കണക്കിന് വേദികളിൽ ഈ ഗാനം ആലപിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്നാണ് എന്നാൽ ഇതങ്ങ് മാറ്റി നമുക്കൊരു പുതിയ സാംസ്കാരിക ഗാനം, ഒരു കേരള ഗാനം കൊണ്ടുവരാമെന്ന് സർക്കാർ തീരുമാനിക്കുന്നത്. ഇവിടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, അങ്ങനെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ, ഒരു പുരോഗമന സർക്കാർ, എന്തുകൊണ്ടാണ് ഒരു പുതിയ കവിത തിരഞ്ഞു പോയതെന്ന് എനിക്കൊരു സംശയമുണ്ട്. കേരളത്തെ കേരളമാക്കി മാറ്റിയതെന്താണ്? കേരളത്തിൻ്റെ നവോത്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നവോത്ഥാനത്തിന് വേണ്ടി മതിൽ കെട്ടിയവരാണ്. നവോത്ഥാനത്തിൻ്റെ നാളുകളിലേക്ക് തിരിഞ്ഞു നടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യരാണ്. അതായത് നവോത്ഥാനത്തിൻ്റെ ഊർജ്ജം ഇപ്പോഴും സിരകളിൽ ഉള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന രണ്ട് വരികൾക്കപ്പുറം കേരളത്തെ വരച്ചിടാൻ പറ്റിയ മറ്റൊരു കവിതയുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അതല്ലേ അടിസ്ഥാനമായി കേരളം പ്രതീക്ഷിക്കുന്ന കേരള ഗാനമായി മാറേണ്ടത്. അതിനു പകരം കേരള സാഹിത്യ അക്കാദമി ആദ്യം ശ്രീകുമാരൻ തമ്പി സാറിനെ പോലെയുള്ള ഒരു അനുഗ്രഹീതനായ കവിയെ വിളിക്കുക, എന്നിട്ട് കേരള ഗാനത്തിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുക. ആ റിക്വസ്റ്റ് സ്വീകരിച്ചതിന് ശേഷം പിന്നീട് പരസ്യം കൊടുക്കുകയാണ്. അക്കാദമിക് കവികളിൽ നിന്ന് കേരള ഗാനം എഴുതാനായി അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്ന രീതിയിൽ. അതാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാട്ടെഴുത്തു മത്സരത്തിന് ശ്രീകുമാരൻ തമ്പിയെ സർക്കാർ വിളിക്കുകയാണ്. പാട്ടെഴുത്തു മത്സരത്തിന് മത്സരിക്കുന്ന ഒരു സ്കൂൾ കുട്ടിയല്ല ശ്രീകുമാരൻ തമ്പി എന്നുള്ളത് സാംസ്കാരിക വകുപ്പ് തിരിച്ചറിയണമായിരുന്നു, സാഹിത്യ അക്കാദമി തിരിച്ചറിയണമായിരുന്നു.
പറയണമായിരുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ പറയണമായിരുന്നു ധാരാളം കവികളുടെ കവിതകൾ പരിഗണിക്കുന്നുണ്ട്, അക്കൂട്ടത്തിൽ അങ്ങയുടെ കവിതയും പരിഗണിക്കുന്നതിന് തടസ്സമില്ലല്ലോ എന്നായിരുന്നു നിങ്ങൾ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ശ്രീകുമാരൻ തമ്പി എന്ന് ഇതിനകം തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ധാരാളം മനോഹരമായ കാവ്യ ശീലികളിലൂടെ സ്ഥാനം നേടിയ മനുഷ്യനെ ഒരു പാട്ടെഴുത്തു മത്സരത്തിന് ക്ഷണിച്ചത് അനാവശ്യമായി പോയി എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടു നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഈ ശ്രീകുമാരൻ തമ്പി പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ആശയമുണ്ട്. ആ പരിസരത്ത് നിന്നുകൊണ്ട് ആധുനിക കാലത്തിലെ കേരള ഗീതത്തിനു വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കണമായിരുന്നു എന്നൊരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുണ്ടല്ലോ. പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലൊരു മുസ്ലിം കേരളത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ, അത് സച്ചിദാനന്ദൻ അറിയാത്തതാണോ എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിൽ മുസ്ലിം സമുദായം ജീവിക്കാൻ ഇടവന്ന സാഹചര്യത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത ഒരു കവിയെ കേരള ഗാനം എഴുതിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത് വളരെ നിരാശാജനകമാണ് എന്നുള്ളതാണ്. അപ്പോൾ അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കേരള ഗാനത്തെക്കുറിച്ചുള്ള ഇപ്പോഴുള്ള ഈ വിവാദം അനാവശ്യ വിവാദമാണ്. നമുക്ക് ആ വിവാദം അവസാനിപ്പിച്ച് നമുക്ക് ശ്രീനാരായണ ഗുരുവിലേക്ക് തിരിഞ്ഞു പോവുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ സാംസ്കാരികമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ബി കെ ഹരിനാരായണൻ്റെ വരികളോ മറ്റുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പി, സ്വാഭാവികമായും ശ്രീകുമാരൻ തമ്പിക്ക് അത് ഹേർട്ടാവും. ശ്രീകുമാരൻ തമ്പിയെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കേരള ഗാനത്തെക്കുറിച്ച് വിലയിരുത്താനൊന്നും ഞാനല്ല. പക്ഷേ എനിക്ക് വ്യക്തിപരമായി അതിൽ പ്രത്യേകതകളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഇളനീരിൻ്റെ സൗന്ദര്യമൂറുന്ന മലയാളമെന്നോ, ഈ ഹരിതാഭ നിറഞ്ഞിരിക്കുന്ന കേരളമെന്നോ, സഹിൻ്റെ ലാളനയേൽക്കുന്ന കേരളമെന്നോ ഒക്കെയുള്ള ക്ലീഷേ എന്നതാണ് സച്ചിദാനന്ദൻ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും ഒന്നാമതൊരു സംസ്ഥാനം പ്രകൃതിയല്ല. അല്ല, പ്രകൃതിയല്ല. സംസ്ഥാനം ഒരു സംസ്കാരവും ഒരു പോരാട്ടവും ഒരു മനുഷ്യ ജീവിതവും. അവിടെയാണ് പപ്പാരിക്കുള്ള നല്ല നാട് ഭാരത നാട് എന്ന കവിത കേൾക്കുമ്പോൾ ഒരു തമിഴനുണ്ടാവുന്നത് എന്താണ്? ഒരു ആവേശമാണ്. പോരാട്ടം, ചരിത്രം, വർത്തമാനം, അതാണ് വരേണ്ടത്. അതെ, എന്നിട്ട് അതിന് തുടർന്ന് സുബ്രഹ്മണ്യ ഭാരതി എഴുതുന്നുണ്ടല്ലോ, പാരിക്കുള്ള നല്ല നാട് ഭാരത നാട് എന്ന് എഴുതിയിട്ട് എഴുതുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് അത് സംഗീതത്തിൽ അമുദാന്തം എന്ന് പറഞ്ഞ കവിതയാലെ, സംഗീതത്തിനാലെ, ദയയാലെ, വീരത്തിനാലെ, പടയാലെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കവിത എഴുതുന്നത്. അപ്പോൾ അത് ഒരു നാടിൻ്റെ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക ജീവിതത്തെ അടയാളപ്പെടുത്തുന്നതാവണം. അതിനകത്ത് പച്ചയും ഇളനീരും പിന്നെ കരിക്കും പിന്നെ സഹ്യനിൽ തലവെച്ച് കിടക്കുന്ന ആനയും പിന്നെ ആനയെ കുളിക്കുന്ന തോടും പുഴയും ഒന്നും ആകരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അതുകൊണ്ട് ഈ വിവാദം അനാവശ്യമാണ്. എന്നാൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉയർത്തിയിരിക്കുന്ന പ്രശ്നം വളരെ വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ്. സാംസ്കാരിക പ്രവർത്തകരെ എങ്ങനെയാണ് നമ്മുടെ സമൂഹം കാണാതെ പോകുന്നത്, അവരെ ബഹുമാനിക്കാതെ പോകുന്നത് എന്നതിൻ്റെ ഒരു കൃത്യമായ ഉദാഹരണം തന്നെയായിരുന്നു 3500 രൂപ ചെലവിൽ വന്ന് അതും കരുണയെക്കുറിച്ച് വളരെ പണ്ഡിതോചിതമായ രീതിയിൽ അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ 2500 രൂപയും കൊടുത്ത് 1000 രൂപ നഷ്ടത്തിലാക്കി ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ സാഹിത്യ അക്കാദമി തിരിച്ചയച്ചു. ഇതിനേക്കാൾ വലിയ അപമാനം ആ മനുഷ്യനോടില്ല. 3500 രൂപ ടാക്സി ചിലവായി 2500 രൂപ കൊടുത്താണ് ഈ സാഹിത്യ അക്കാദമി തിരിച്ചയക്കുന്നത്. മന്ത്രി പറഞ്ഞു വിട്ടേക്കൂ. അല്ല, അത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. അതവിടെ ഇരുന്ന് ആ ടി.എ എഴുതാൻ വരുന്ന ആളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതും ഞാൻ ആ പ്രഭാഷണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിരുന്നു. വളരെ പണ്ഡിതോചിതമായ, വളരെ കാവ്യാസ്വാദകർക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന നിരീക്ഷണങ്ങളുണ്ട് അതിനകത്ത്. എന്നിട്ട് പോലും 2500 രൂപ കൊടുത്താണ് വിട്ടത്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട വിവാദം അനാവശ്യമല്ല, വീഴ്ചയാണ്. 2400 ആണ് കൊടുത്തത്, 100 വീണ്ടും കുറച്ചു. ശരി. അപ്പോൾ അനാവശ്യ വിവാദമാണ് കേരള ഗാനത്തിൻ്റെ പേരിലുള്ളത് എന്നതാണ് എൻ്റെ ടേക്ക്. സുജയ, ഇതിൽ 3 ടേക്ക് ഒരു ടേക്കാണ്. പക്ഷേ ഇതിൽ 3 ടേക്കുമായി ചില കാര്യങ്ങളിൽ ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു വിവാദം, അനാവശ്യം എന്നതിനപ്പുറം ഇതൊരു അപശ്രുതിയായി പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സച്ചിദാനന്ദൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. സച്ചിദാനന്ദൻ അറിയാത്തതൊന്നുമല്ലല്ലോ ശ്രീകുമാരൻ തമ്പി സാർ എങ്ങനത്തെ കവിതകളാണ് എഴുതുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ ഒരു ശൈലി എങ്ങനെയാണ് എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നതിന് 80-ലധികം പ്രായമുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അത്രയും പ്രായമുള്ള ഒരു മനുഷ്യനോട് ഒരു കേരള ഗാനം എഴുതാനായിട്ട് ആവശ്യപ്പെടുക, സ്വാഭാവികമായും അദ്ദേഹം പ്രായം കൂടി നമ്മൾ കണക്കിലാക്കണം. അത്രയും പ്രായമുള്ള ഒരാളോട് ഒരു കവിത എഴുതാൻ, അല്ല അത് കേരള ഗാനം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാൻ ആവശ്യപ്പെടുകയാണ്. ആ ആവശ്യപ്പെടുന്ന ഘട്ടത്തിലൊന്നും ഇതുപോലെ ഒരു മത്സര ഇനമാണെന്നോ താൻ ഒരു കോമ്പറ്റീഷൻ ഐറ്റത്തിന് പോവുകയാണെന്നോ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം എഴുതി കൊടുക്കുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ശൈലിയിലുള്ള ഗാനമാണ് എഴുതി കൊടുക്കുന്നത്. ഇപ്പോൾ ബോധേശ്വരൻ്റെ ഗാനത്തിൽ ഈ ആവർത്തിച്ച് വരുന്നത് പാടി പതിഞ്ഞ ഒരു തലമുറ തന്നെയാണ് നമ്മൾ. അപ്പോൾ ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമുക പൂജിത ജനനി, അതിലിപ്പോൾ ജയ ജയ ആവർത്തിച്ച് വരുന്ന ആ പ്രാസത്തിനൊപ്പം അത് ചിട്ടപ്പെടുത്തി, പലതരത്തിൽ ചിട്ടപ്പെടുത്തി, മാറ്റങ്ങൾ വരുത്തി ചിട്ടപ്പെടുത്തി ഒക്കെ കേരളം കേട്ടിട്ടുള്ളതാണ് ഇക്കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ. അതിൽ നിന്ന് ഈ കേരളത്തിൻ്റെ തനത് ഗാനം എന്ന രീതിയിൽ തന്നെയാണ് എഴുതപ്പെട്ട കാലം മുതൽ തന്നെ ഈ ഗാനത്തെ കണക്കാക്കി വരുന്നത്. ഔദ്യോഗികമാകുന്നത് മാത്രമാണ് ഈ പറഞ്ഞ കാലയളവിൽ. അപ്പോൾ അതിൽ നിന്ന് നേരെ ശ്രീകുമാരൻ തമ്പിയുടെ കേരള ഗാനത്തിലേക്ക് വന്നാൽ, ഹരിതഭംഗി കവിത ചൊല്ലും എൻ്റെ കേരളം,
സഹ്യഗിരിതൻ ഗ്ലാളനയിൽ വിലസും കേരളം. അപ്പോൾ ഇളനീർ അതിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രകൃതിയുടെ വർണ്ണനയാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ വർണ്ണനകളാണ്. അങ്ങനെയുള്ള വർണ്ണനകൾ തന്നെയാണ് ശ്രീകുമാരൻ തമ്പിയുടെ കവിതകളായാലും ഗാനങ്ങളായാലും എടുത്തു നോക്കിയാൽ വർണ്ണനകൾ തന്നെയാണ് അതിലുള്ളത്. അത് തിരിച്ചറിയാതെ സച്ചിദാനന്ദൻ ആവശ്യപ്പെട്ടിടത്താണ് തെറ്റ്. ഇന്നത്തെ കാലത്തിന്റെ പാട്ടാണ്, ഒരു കെ പാട്ടാണ് തനിക്ക് വേണ്ടതെന്ന് പറയണമായിരുന്നു സച്ചിദാനന്ദൻ. കഴുകനാണ് ഉദ്ദേശിച്ചത്. കഴുകൻ, കുതിര. കെ പാട്ടെന്ന് പറഞ്ഞാൽ എന്തുമാകാമല്ലോ. അപ്പോൾ അങ്ങനെ പുതിയ കാലത്തിന്റെ പാട്ട് വേണമെന്നല്ലേ നിങ്ങളും ആവശ്യപ്പെടുന്നത്. അപ്പോൾ പുതിയ കാലത്തിന്റെ പാട്ടെന്ന് പറയുമ്പോൾ ആ രീതിയിലൊക്കെയുള്ള ഒരു പാട്ടായിരിക്കുമല്ലോ. പറഞ്ഞതുകൊണ്ട് എന്തായാലും ആ പാട്ട് സമാനമായ രീതിയിലുള്ള ഒരു പാട്ട് വരികയാണെങ്കിൽ, തീയിൽ കുരുത്തൊരു കുതിരയെ, കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനെ, മണ്ണിൽ മുളച്ചൊരു സൂര്യനെ, മലയാള നാടിൻ മന്നനെ, നല്ല പാട്ടാണ്. കാരണം ഏത് രീതിയിലും ആസ്വദിച്ച് ആവേശത്തിൽ പാടാൻ കഴിയും. കൊടുങ്കാറ്റിൽ കഴുകൻ എങ്ങനെയാണ് പറക്കുന്നതെന്നുള്ള വിവിധങ്ങളായ ചിന്തകൾ നമ്മളിലേക്ക് കൊണ്ടുവരും. തീയിൽ എങ്ങനെയാണ് കുതിര കുരുക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പിന്നെ അതിൽ പരിചിതമായിട്ടുള്ള അർത്ഥമുള്ള ഒരു വാചകം, നാട്ടാർക്കെല്ലാം സുപരിചിതൻ. അത് വേണമെങ്കിൽ മാറ്റാം, കാരണം ക്ലീഷയാണ്, നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ്, നാട്ടാർക്കെല്ലാം പരിചിതൻ. അപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനത്തിൽ ക്ലീഷയുണ്ടെന്ന് ആരോപിക്കുന്നവർ ഇതുപോലെയുള്ള ഗാനങ്ങളെ ആസ്വദിക്കുന്ന, ആഘോഷിക്കുന്ന ഒരു വിഭാഗത്തിനൊപ്പമാണ് നിൽക്കുന്നത് എന്നതുകൂടി തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ ശ്രീകുമാരൻ തമ്പിയുടെ രാഷ്ട്രീയം എന്നുള്ളതല്ലല്ലോ. ഒരാളോടൊരു കാര്യം ആവശ്യപ്പെടുക. ഡോക്ടർ അരുൺ നന്നായി പ്രഭാഷണം നടത്തുന്നയാളാണ്. ഡോക്ടർ അരുണിനെ ഒരു പരിപാടിക്ക് ഞാൻ ക്ഷണിച്ചു കഴിഞ്ഞതിന് ശേഷം താങ്കൾ ആ പ്രഭാഷണം ഒന്ന് നടത്തിക്കേ, ഞാനൊന്ന് പരിശോധിക്കട്ടെ, ഉണ്ണി ബാലകൃഷ്ണൻ സാറിൻ്റെ പ്രഭാഷണവുമായി ഞാനൊന്ന് അതിനെ കമ്പയർ ചെയ്യട്ടെ, ഒരു പ്രത്യേക കമ്മിറ്റിക്ക് ഞാനൊന്ന് വിടട്ടെ, എന്നിട്ട് അങ്ങയെ വിളിക്കാം എന്ന് ഞാൻ പറയുന്നത് അപമാനിക്കലാണ്. കാരണം അങ്ങയുടെ മെറിറ്റ് എനിക്ക് വ്യക്തമായി അറിയാം. ക്ഷണിക്കുമ്പോൾ ഇത് പറഞ്ഞാലെങ്കിലും മനസ്സിലാവും. ക്ഷണിക്കുമ്പോൾ പറയുന്നില്ല. അതിനുശേഷം ഇടുന്ന, നോക്കൂ, നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു സർക്കുലർ, എന്താണ് ആ സർക്കുലർ എന്നത് കൂടി ഞാൻ പറയാം. സാഹിത്യ അക്കാദമി സെക്രട്ടറിക്ക് ഇമെയിലായോ അല്ലെങ്കിൽ രചനകൾ അയക്കേണ്ട, ഒക്ടോബർ 15 രചനകൾ അക്കാദമിയിൽ ലഭിച്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ക്ഷണം. കേരള ഗാനം രചനകൾ ക്ഷണിക്കുന്നു. കേരള സംസ്ഥാനത്തിന് സ്വന്തമായി ഒരു കേരള ഗാനം വേണമെന്ന നിർദ്ദേശം കേരള സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്തുകയോ തിരഞ്ഞെടുക്കുകയോ ചെയ്യേണ്ട ചുമതല സാഹിത്യ അക്കാദമിക്കാണ്. കേരള ഗാനത്തിന് ഉതകുന്ന രചനകളും നിർദ്ദേശങ്ങളും കവികളിലും ഗാനകൃത്തുക്കളിൽ നിന്നും ക്ഷണിക്കുന്നു. ഇനി അതിന്റെ കണ്ടന്റ് എന്ത് വേണമെന്നും ഈ അറിയിപ്പിൽ പറയുന്നുണ്ട്. കേരളത്തിന്റെ പ്രകൃതി അതില്ലേ ശ്രീകുമാരൻ തമ്പിയുടെ കവിതയിൽ? ഉണ്ടല്ലോ. ഇളനീരും ഉണ്ടല്ലോ. പിന്നെ കേരളത്തിന്റെ സ്വത്വം, കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെക്കുറിച്ച് ആ കവിതയിൽ പറയുന്നുണ്ട്. പൂർണ്ണമായും വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. പിന്നെ മൂന്നാമത്തെ കാര്യം, മൂല്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് ഏത് തരത്തിലുള്ള മൂല്യങ്ങളാണ്? രാഷ്ട്രീയ മൂല്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതാകണം, അല്ലെങ്കിൽ പുതിയ കാലത്തിനൊപ്പം കേരളം മാറുന്നത് പ്രതിഫലിപ്പിക്കുന്നതാവണമെന്ന് ഈ ഒരു കാര്യത്തിൽ പറയുന്നില്ല. 3 മിനിറ്റിനുള്ളിൽ ആലപിച്ച് തീർക്കാവുന്ന, ഏവർക്കും ആലപിക്കാൻ കഴിയുന്ന കാവ്യാത്മകതയും സംഗീതാത്മകതയും ഒത്തുചേർന്ന രചനകളാണെന്നാണ് ഈ അറിയിപ്പിൽ പോലും പറയുന്നത്. അപ്പോൾ ശ്രീകുമാരൻ തമ്പിയും പറയുന്നത് തന്നെയാണ്, എന്റെ ഗാനം ക്ലീഷയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? അക്കാദമിയുടെ ഒരു വിശദീകരണം കൂടി വന്നിട്ടുണ്ട്. എഴുതി കിട്ടിയ വരികൾക്ക് സംഗീതം, ബിജിപാൽ സംഗീതം നൽകിയതിനു ശേഷം ഒരു കമ്മിറ്റിയുടെ മുൻപാകെ വയ്ക്കും, അതിനുശേഷം തീരുമാനം എന്നുള്ള വ്യത്യസ്തമായ ഒരു വിശദീകരണം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ വരികൾ ക്ലീഷയാണെന്ന് തിരിച്ചറിയുന്നത്, മാറ്റാൻ ആവശ്യപ്പെടുന്നത്, അപമാനിക്കുന്നത് ഒരു മുതിർന്ന വ്യക്തിയെയാണ്. ആ വ്യക്തി എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, എത്ര കവിതകൾ എഴുതിയിട്ടുണ്ട് എന്നത് പ്രസക്തം തന്നെയാണ്. അങ്ങനെയുള്ള ഒരാളെ ഒരു കോമ്പറ്റീഷൻ ഐറ്റത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ തെറ്റാണ്. ഇവിടെ അപശ്രുതി ഉണ്ടാക്കിയത് സച്ചിദാനന്ദനാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. നിലവിൽ ഈ ചോദ്യം ഇതായിരുന്നു, അനാവശ്യ വിവാദമായിരുന്നു. കേരളത്തെക്കുറിച്ച് അതിമനോഹരമായ ഒരു ചലച്ചിത്രഗാനം എഴുതിയിട്ടുള്ള ആളാണ് കേട്ടോ തമ്പി സാർ. പിന്നെ കേരളം കേരളം കേളികെട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, അല്ലെ കേരകേളി സദനമാണിൻ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. ആ കവിത കേരളഗാനമായിട്ട് പൂവിളി കേട്ടു. ഇളനീരും ഈ കേരയും തെങ്ങും ഒന്നും വിട്ട് നമ്മുടെ കവികൾക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ഘട്ടമുണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ പിന്നെ വളരെ ലളിതമായി ഈ കാര്യങ്ങളെ കാണരുത്. നമ്മൾ പ്രകൃതിയെയും പ്രകൃതി രമണീയതയെയും കുറിച്ച് പറയുന്നതല്ല ഒരു സംസ്ഥാനത്തിന്റെ ഭാഷാഗാനത്തിന്റെ ആവശ്യം കൂടി ഉണ്ടല്ലോ ഉണ്ണി ബാലകൃഷ്ണൻ. അതായത് അല്ല, ഞാൻ ഒരു കാര്യം 1934 ബോധേശ്വരൻ കവിത എഴുതുമ്പോൾ അന്ന് ജയ 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 ഹേ എന്ന് പറയേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. ഐക്യ കേരള പ്രസ്ഥാനം വന്നതിനു ശേഷം അതിനെ കേരള ഗാനമായി സ്വീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു തലമുറയുണ്ട്. ഇപ്പം വരിക വരിക സാഹചര്യ സഹന സമര സമരമായി എന്നൊക്കെ പാട്ടുകളുണ്ടല്ലോ. ഒറ്റ കാര്യം, അതായത് ഈ പറഞ്ഞല്ലോ, ഈ പറയുന്ന കവിതയിൽ അല്ലെങ്കിൽ ഇദ്ദേഹം എഴുതിയ വരികളിൽ, ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ വരികളിൽ ഈ ഇളനീരും പിന്നെ മലയും പുഴയും കായലും കഥകളിയും ഒക്കെ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിന്റെ അടുത്ത ഭാഗം കൂടി ഉണ്ട്. പറയട്ടെ സാർ, സ്ഥിതി സമത്വ സ്വപ്നം തിരുവോണമാക്കി ഞങ്ങൾ. തിരുവോണം എന്ന് പറയുന്ന ആഘോഷം അത് കേരളത്തിൽ മാത്രമേ ഇങ്ങനെയൊരു ആഘോഷം ഇത്രയും വിപുലമായി ആഘോഷിക്കുന്നുള്ളൂ. ബിഹുവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഘോഷമോ പൊങ്കലോ ഒന്നും തിരുവോണം പോലെ നമ്മളൊരു മൂല്യം അല്ലെങ്കിൽ അതിന്റെ മാവേലി വരുമ്പോൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന മാവേലിയെ കുറിച്ച് പറയുന്ന പ്രശ്നം എന്താ മാവേലിയെ കുറിച്ച് ഇപ്പോഴും അത് ക്ലീഷയാവുന്നില്ല. മാവേലി ക്ലീഷയാകുന്നില്ലെങ്കിൽ പിന്നെ നാടിനെ കുറിച്ചും പുഴയെ കുറിച്ചും കായലിനെ കുറിച്ചും പറയുന്നത് എങ്ങനെയാണ് ക്ലീഷയാവുന്നത്? ശരി, അല്ല, ഇവിടെ രണ്ട് അപ്രോച്ചിന്റെ പ്രശ്നമാണ്, രണ്ട്
സമീപനത്തിൻ്റെ പ്രശ്നമാണ്. ഞാനും സുജയും തമ്മിൽ ഇക്കാര്യത്തിൽ തർക്കിച്ചിട്ട് കാര്യമില്ല. എൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ ഇങ്ങനെ കേരളത്തിൻ്റെ പ്രകൃതി രമണീയതയെ വർണ്ണിച്ചുകൊണ്ടുള്ള അതിനകത്ത് സ്ഥിതി സമത്വം തിരുവോണമാക്കി എന്നൊരു വരിയുണ്ട്. അതൊഴിച്ചാൽ മാനവത്വം ഒന്നേ മതം. ഈ പറയുന്ന ഈ രീതിയിലല്ല എൻ്റെ നിലപാടിൽ എൻ്റെ ഭാഷാഗാനം, എൻ്റെ സംസ്ഥാനത്തിൻ്റെ ഭാഷയാണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന ബോധേശ്വരൻ്റെ വരികളിൽ ഏതാണ്ടൊരു ആ കവിത മൊത്തം ഒന്ന് എടുത്തു നോക്കൂ, ഒരു 60-70% സംസ്കൃത വാക്കുകളായി. പൂജിത ജനനി, ധരണി ഒന്നും മലയാളം വാക്കുകളല്ല. മലയജ സുരഭില. അതെ. അപ്പോൾ അത് നമ്മൾ ആ കാലഘട്ടത്തിൽ സംസ്കൃതത്തിൽ അന്ന് മാത്രമല്ല, അത് അന്ന് കവിതയെ നമ്മൾ കണ്ടിരുന്നതും ആ രീതിയിലാണ്. ഇപ്പോൾ കുമാരനാശാൻ്റെ കവിതകൾ എടുത്തു നോക്കിയാൽ വലിയ രീതിയിൽ ഈ പറയുന്ന സംസ്കൃത വാക്കുകളുടെ അതിപ്രസരം കാണാം. അതുകൊണ്ട് കുമാരനാശാൻ നല്ല കവിയല്ലെന്ന് നമ്മൾ പറയുന്നില്ല. കുമാരനാശാൻ മലയാളത്തിൻ്റെ പിന്നെ കാവ്യലോകത്ത് ഏറ്റവും വലിയ വിപ്ലവം ഉണ്ടാക്കിയ കവിയാണ്. വിപ്ലവഗാനം അങ്ങനെ ബലികൂടങ്ങളെ ആക്കിയാൽ മതിയല്ലോ. അങ്ങനല്ല, ബലികൂടങ്ങളല്ല നമ്മുടെ സംസ്ഥാന ഭാഷയുടെ ഗാനം. അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ കാണേണ്ടത് ഒരു ജനതയെ ഒന്നായി കൂട്ടിയിണക്കിയ മൂല്യങ്ങൾ ഈ സമൂഹത്തിൻ്റെത് എന്താണോ അതിനെ ഉദ്ഘോഷിക്കുന്നതാണ് നമ്മുടെ സാമൂഹിക ഗാനമായി വരേണ്ടത്. അതൊരു സമൂഹ ഗാനമായിരിക്കണം. ആ സമൂഹ ഗാനം എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഷ്യൽ ഹാർമണിയുടെ, സോഷ്യലി യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹ ഗാനമാണ്. ആ ഗാനത്തെക്കുറിച്ച് എൻ്റെ നിലപാട് വ്യത്യസ്തമാണെന്നേ ഉള്ളൂ. ഇതിനകത്ത് വേറൊരാൾക്ക് ഞാനൊരു ഉദാഹരണം പറയാം. NSS സ്കൂളുകളിൽ ചൊല്ലുന്ന ഗാനം ഉണ്ടായിരുന്നു അല്ലേ? മനോഹരമായ ഗാനമാണ്. സ്കൂളുകളിൽ പ്രാർത്ഥനാ ഗാനത്തിന് പകരം NSS ഈ സേവനത്തെ മുൻനിർത്തിക്കൊണ്ട് ചൊല്ലുന്ന ഗാനങ്ങളുണ്ട്. അങ്ങനെ ഒട്ടേറെ ഗാനം. വയലാറ് ഇപ്പം മലകൾ, പുഴകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ, മന്ദാര ചാമരം വീശുന്ന, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മനോഹരമായി, അതൊരു പാട്ടാണ്, ഒരു സിനിമാ പാട്ടാണ്. അപ്പോൾ ആ പാട്ടിൽ മലകളുണ്ട്, പുഴകളുണ്ട്, പൂവനങ്ങളുണ്ട്, സന്ധ്യകളുണ്ട്, മന്ദാര ചാമരം വീശുന്നുണ്ട്, അതിമനോഹരമായിട്ട് അങ്ങനെയുള്ള സിനിമാ ഗാനങ്ങളുണ്ട്. ഒരു സംസ്ഥാനത്തിൻ്റെ ഭാഷാഗാനം എന്ന് പറയുന്നത് ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇതിനകത്തൊരു തർക്കത്തിനില്ല. എൻ്റെ നിലപാടാണ് അക്കാര്യത്തിൽ. ഒരു സംസ്ഥാനത്തിൻ്റെ ഭാഷാഗാനം എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തിൻ്റെ സാമൂഹിക സ്വത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കണം. ആ സാമൂഹിക സ്വത്വം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഒന്നിലേറെ വിഭാഗത്തിൻ്റെയോ ചിഹ്നങ്ങൾ ഉൾക്കൊള്ളുന്നതാകരുത്. അത് ആ സൊസൈറ്റി കടന്നുപോയ മാറ്റങ്ങളെ ഉദ്ഘോഷിക്കുന്ന, ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാട്ടായിരിക്കണം. അതെങ്ങനെ എഴുതണമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാനൊരു കവിയല്ല. എഴുതാൻ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമായിരുന്നു. ഞാൻ കേരളത്തിന്റെ ആവശ്യമില്ലായിരുന്നു. അടിസ്ഥാനമായ പ്രശ്നം അതാണ്. സൂചിപ്പിച്ചതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം കവിതകളും ധാരാളം വരികളും ഒക്കെ നമ്മുടെ നാടിന് നൽകിയ മനുഷ്യരൊക്കെ ഉണ്ട്. അവരേതെങ്കിലും കോമ്പറ്റീഷന് വേണ്ടിയിട്ടല്ല അതൊന്നും ആലപിച്ചിരിക്കുന്നതോ എഴുതിയിരിക്കുകയോ ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാതിഭേദം, മതദ്വേഷം എന്ന് എഴുതുന്നത് അക്കാലഘട്ടത്തിൽ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടല്ല. ജാതിഭേദം, മതദ്വേഷം എന്ന് ഉള്ളിൽ നിന്ന് വരുന്നതാണ്, ഒരു ആഗ്രഹ ചിന്തയാണത്. അന്നത്തെ ഒരു വിഷ്വൽ തോട്ടാണ്. അന്ന് എഴുതുന്ന സമയത്ത് അത് യാഥാർത്ഥ്യമായിട്ടില്ല. ഇപ്പോൾ യാഥാർത്ഥ്യമായി എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ കവിതയേക്കാൾ മികച്ചൊരു കേരള ഗാനവും ഇല്ല എന്നതാണ് എൻ്റെ വ്യക്തിപരമായ ഈ വിഷയത്തിലെ നിലപാട്. ഒരു കാര്യം കൂടി, ഈ ബോധേശ്വരന്റെ കവിത അത് ഉമ്മൻചാണ്ടി സർക്കാർ ഈ സാംസ്കാരിക വകുപ്പിന്റെ ഔദ്യോഗിക ഗാനമായി തെരഞ്ഞെടുത്തു. സ്കൂളുകളിലടക്കം പാടണമെന്ന് ഉത്തരവും ഇറക്കി. കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായി ഇത് എക്കാലവും തുടരുമെന്നാണ് ഉത്തരവ് ഇറക്കിയതിനു ശേഷം KC ജോസഫ് നടത്തിയ പ്രതികരണം. 2016 കഴിഞ്ഞു, അടുത്ത സർക്കാർ വന്നു. അപ്പോൾ 2016 മുൻപേ കേരളമില്ല എന്ന മട്ടിൽ എല്ലാ നേട്ടങ്ങളും കൈവരിച്ചത് ഈ കാലഘട്ടത്തിലാണെന്ന് പറയുമ്പോൾ സാംസ്കാരിക അടയാളങ്ങൾ മാറ്റുക എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ ഇതിന്റെ പ്രശ്നം എന്താ പറയുക? ഇപ്പോൾ 2006 എപ്പോഴായിരുന്നു ഇത് വരുന്നത്? 2014 സാംസ്കാരിക വകുപ്പിന്റെ സാംസ്കാരിക വകുപ്പായിരുന്ന KC ജോസഫ് അതിനെ അംഗീകരിക്കുന്നു. അതെ, അല്ല ഞാൻ പറയുന്നത് 2014 ഇന്ന് ഇന്ത്യയും നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനമൊക്കെ എത്തി നിൽക്കുന്ന വളരെ അപകടം പിടിച്ചൊരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. ആ അപകടം പിടിച്ച രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഞാൻ ഈ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ പ്രശ്നം വരുന്നത്. അത് ഈ പറയുന്ന വരേണ്യ സംസ്കാരം, ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ സംസ്കാരം, ഇതെല്ലാം ആധിപത്യത്തിലേക്ക് ഉയരുമ്പോൾ ആ സമയത്ത് നമ്മൾ വളരെ കറക്റ്റായിരിക്കണം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ. അതുകൊണ്ട് ഞാൻ ആദ്യം മുതൽ പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റായിരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പം വഞ്ചീശമംഗളം പാടുന്നൊരു പരിപാടിയുണ്ട്. നിങ്ങൾ തിരുവിതാംകൂറുകാർക്ക് നന്നായിട്ടറിയാം. വഞ്ചീശമംഗളം പാടിക്കൊണ്ട് ചടങ്ങ് തുടങ്ങാൻ പറ്റുള്ളൂ. എന്താ ഈ വഞ്ചീശമംഗളം? ഈ പറയുന്ന രാജാവിനെ വാഴ്ത്തുന്ന പാട്ടാണ്. അപ്പോൾ നാടകം തുടങ്ങണമെങ്കിൽ വഞ്ചീശമംഗളം, അതെ, സിനിമ തുടങ്ങണമെങ്കിൽ വഞ്ചീശമംഗളം പാടണം, സിനിമ തുടങ്ങണമെങ്കിലും പാടണം. അത് ഈ രാജാവിനെ വന്ദിച്ചുകൊണ്ട് പാടുന്നൊരു, അങ്ങനെ അതിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്ത് വരുന്ന ഒരു ജനതയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, ഉയർത്തെഴുന്നേൽപ്പുകൾ, പോരാട്ടങ്ങൾ, സമരങ്ങൾ, നേട്ടങ്ങൾ,
ആ കാര്യങ്ങളൊക്കെ ഗംഭീരമായി ചെയ്തിട്ടുള്ള സൊസൈറ്റിയാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. ഒരിക്കലപ്പച്ചൻ പറയുന്നുണ്ടല്ലോ, പല സമുദായത്തിന്റെ വഴികളിലൂടെ നടന്നെങ്കിലും എൻ്റെ സമുദായത്തിന്റെ പാട്ടോ ചരിത്രമോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയാറുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ ഒഴിവാക്കപ്പെട്ട കുറേ മനുഷ്യരുണ്ട് ഈ സാംസ്കാരിക ഗാനങ്ങളുടെയൊക്കെ പദവികളിൽ നിന്നും അത് ചൊല്ലാനുള്ള ഇടങ്ങളിൽ നിന്നും ഈരടികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ട മനുഷ്യർ കൂടിയുണ്ട്. ഇപ്പം നമുക്ക് ഭക്ഷണം തരുന്ന ആളുകളാണല്ലോ കർഷകർ. നമുക്ക് ഇപ്പം നമ്മുടെ നമ്മൾ അധികം സമയം അധികം അല്ല കർഷകർ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരു തേക്കുപാട്ടാകുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒരു ഞാറ്റുപാട്ട്, അല്ലെങ്കിൽ ഒരു പുലയന്റെ പാട്ടാകുന്നില്ല. അപ്പം നാട്ടുപാട്ടാവുന്നില്ലല്ലോ. ഇല്ല, ഒരു നാട്ടുപാട്ട് പോലും ആവുന്നില്ല, ഒരു ഫോക്ക് സോങ് പോലും. ഇത്രയും ഫോക്ക് സോങ്ങുകളുള്ളൊരു സംസ്കാരം വളരെ കുറവാണ് കേരളം പോലെയൊക്കെ. ഇത്ര നമ്മുടെ ഫോക്ക് സംസ്കാരം എന്നൊക്കെ പറയുന്നത് ഇത്ര സമൃദ്ധമാണ്. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ഏകപക്ഷീയമായിട്ടുള്ള ഒരു സങ്കല്പം വേണ്ട ഈ ഭാഷയ്ക്കും സംസ്ഥാനത്തിനുമൊന്നും. അനാവശ്യമായിരുന്നു. ശരി, ശരി. അപ്പോൾ അനാവശ്യ വിവാദമോ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്ന് 4, നോ എന്ന് 0. Meet the editors.